അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിൽ ഞങ്ങളുടെ ഫേവറേറ്റിലൊന്നാണ് ഈ സേവയും മോരുകൂട്ടാനും. കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫുഡ് തന്നെ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നത്. എന്തിന് ഇങ്ങനെ ഒരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ലേ. അങ്ങനെ വൺസ് അമ്മ എനിക്കിതൊന്ന് ഉണ്ടാക്കി തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫാനായി മാറിയിട്ടുണ്ട്. ഇതുണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല. ഇഡലിപ്പൊന്നിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അരിയെ. അത് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിർക്കാനിടുക, അരച്ചെടുക്കുക. ദേ ആവിയിൽ ഇഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തോട്ട് ആരും ഉഴുന്നൊന്നും ഇട്ടേക്കരുതേ. ഈ പൊന്നിയരി മാത്രം അരച്ചെടുക്കുക. അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. ദേ ഈ സേവാനാഴിക്കകത്തോട്ട് വെട്ട് വീഴാതെ ഒന്ന് ഇടുക എന്നുള്ളതാണ് ഇതിനകത്തെ ആകെ ടാസ്ക്. വെട്ടിലെങ്ങാനും ആയാൽ പിന്നെ വെട്ടിലാവുന്നത് നമ്മളാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇതൊന്ന് തിരിച്ചെടുക്കാൻ വലിയ പെടാപ്പാടാ. അത് കഴിഞ്ഞാൽ അത് കറക്കി എടുത്താൽ മതി, സംഭവം റെഡിയാ. പിന്നെ ഇത് ചൂടോടെ തന്നെ പിഴിഞ്ഞെടുക്കാൻ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചോണേ. അങ്ങനെയാണെങ്കിൽ ദേ ഇതുപോലെ സ്മൂത്തായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ കുറച്ച് പാടാ ഇത് വരാനായിട്ട്. അങ്ങനെ ഇത് കറക്കിയെടുക്കുക എന്നുള്ളതേ ആകെ ഇതിനകത്ത് ടാസ്ക് ഉള്ളൂ. അങ്ങനെ ഞാനും അമ്മയും കൂടെ മാക്സിമം ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ടേ. അത് കഴിഞ്ഞാൽ നേരെ കാസറോളിനകത്തോട്ട് തട്ടുക. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മോര് കൂട്ടാനാണ്. അതമ്മ ഓൾറെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനത് നേരെ പ്ലേറ്റിലോട്ടാക്കി, പിന്നെ അത് വയറ്റിലോട്ടും ആക്കി. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഫുഡ് ഇതായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.